നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിലെ പ്രധാന റെയിൽവേ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ സേവനത്തിന്റെ 110 വർഷം പൂർത്തിയാക്കി. என்ன விலை அழகே சொன்ன விலைக்கு வாங்க வருவேன், விலை உயிர் என்றாலும் தருவேன், இந்த அழகை கண்டு வியந்து போகிறேன். ஒரு மொழி இல்லாமல் மௌனமாகிறேன். സെക്കന്ദരാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ തണലോണം 2026 ആഗസ്റ്റ് 16 4 മണി മുതൽ RTC ക്രോസ് റോഡിലുള്ള TGSRTC കലാഭവനിൽ വെച്ച് നടത്തുന്നു. ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ ക്യാബിൻ ബാഗുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകുന്ന പുതിയ പദ്ധതിയുമായി ഇൻഡിഗോ വിമാന കമ്പനി. ഹൈദരാബാദിലെ സംഗമം കലാ സാംസ്കാരിക കേന്ദ്രയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൊന്നോണ സംഗമം ആഗസ്റ്റ് 23. ഹൈദരാബാദിലുള്ള കണ്ണൂർ സ്വദേശികളുടെ സ്നേഹ സംഗമം കാനാജിഗുഡ SNECS സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. ഹൈദരാബാദിലെ സൈനിക് പുരിയിലുള്ള കപ്ര തടാക തീരത്ത് ആഗസ്റ്റ് 12 കർക്കിടക വാവു ബലി തർപ്പണം സംഘടിപ്പിക്കുന്നു. ഒരേ സമയം 5 അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി ഹൈദരാബാദിലെ ഉസ്മാനിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ചരിത്രം സൃഷ്ടിച്ചു. ഹൈദരാബാദിലെ മല്ലാപൂർ അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ 2026-29 വർഷത്തെ ഭരണസമിതിയിലേക്ക് ഭാരവാഹികളെ ജൂൺ 21 നടന്ന ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുത്തു. സൗദി അറേബ്യൻ വിമാന കമ്പനിയായ ഫ്ലൈഡീൽ ഹൈദരാബാദിനും റിയാദിനും ഇടയിൽ കുറഞ്ഞ നിരക്കിൽ പ്രതിദിന നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഹൈദരാബാദിലെ പ്രധാന റെയിൽവേ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ സേവനത്തിന്റെ 110 വർഷം പൂർത്തിയാക്കി. 1916 ജൂൺ 10 മിർ ഉസ്മാൻ അലി ഖാന്റെ ഭരണകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാച്ചിഗുഡ സ്റ്റേഷൻ നിസാംസ് ഗ്യാരണ്ടീഡ് സ്റ്റേറ്റ് റെയിൽവേയുടെ ആസ്ഥാനമായിട്ടാണ് ആദ്യം നിർമ്മിച്ചത്. വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഈ സ്റ്റേഷൻ മന്ദിരത്തിൽ താഴികക്കുടങ്ങളും മിനാരങ്ങളും ഉണ്ട്. ഡൽഹി, ബംഗളൂരു, മംഗളൂരു, ചെന്നൈ, തിരുപ്പതി, മൈസൂരു, ഇൻഡോർ, ഭോപ്പാൽ, മഥുര, നന്ദേഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകൾ സർവീസ് നടത്തി വരുന്നു. സെക്കന്ദരാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ തണലോണം 2026 ആഗസ്റ്റ് 16 4 മണി മുതൽ RTC ക്രോസ് റോഡിലുള്ള TGSRTC കലാഭവനിൽ വെച്ച് നടത്തുന്നു. ആവണിത്തേൻ നിലാവേവാ എന്നോമൽ കൺമണിക്കൊരു പൊന്നോണക്കോടിയുമായി ആതിര കുളിർ ചൂടി വാ 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 വാ. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ ഉണ്ണിമേനോനും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് മെഗാഷോയും മറ്റു വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള എല്ലാ മലയാളി കുടുംബങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അറിയിച്ചു. ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ ക്യാബിൻ ബാഗുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകുന്ന പുതിയ പദ്ധതിയുമായി ഇൻഡിഗോ വിമാന കമ്പനി. ഇൻഡിഗോ ലൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഇക്കണോമി ക്ലാസ് യാത്രക്കാർക്കുള്ളതാണ്. ആഭ്യന്തര രാജ്യാന്തര സർവീസുകളിൽ ഈ നിരക്ക് ബാധകമായിരിക്കും. ജൂലൈ 1 മുതൽ ഇൻഡിഗോയുടെ വെബ്സൈറ്റ്, ആപ്പ് തുടങ്ങിയ നേരിട്ടുള്ള ബുക്കിംഗ് ചാനലുകളിലൂടെ മാത്രമേ ഇൻഡിഗോ ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകൂ. ജൂലൈ 15 മുതലുള്ള യാത്രകൾക്കാണ് ഈ ടിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയുക.
ഹൈദരാബാദിലെ സംഗമം കലാസാംസ്കാരിക കേന്ദ്രയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൊന്നോണ സംഗമം ആഗസ്റ്റ് 23-ന് ചക്രിപുരം സിരി ഗാർഡനിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മുതൽ നടത്തപ്പെടുന്ന ഓണാഘോഷ പരിപാടികളിൽ കോഴിക്കോട് ടൈം ജോക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും കോമഡി ഷോയും ഉണ്ടായിരിക്കും. ഗാനമേള നയിക്കുന്നത് പ്രശസ്ത പ്ലേബാക്ക് സിംഗറും വയലിനിസ്റ്റുമായ ശ്രീ വിവേകാനന്ദനും സംഘവുമാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഹൈദരാബാദിലുള്ള കണ്ണൂർ സ്വദേശികളുടെ സ്നേഹസംഗമം കാനാജിഗുഡ SNECS സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. ഹൈദരാബാദിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളെ അടുത്തറിയാനും സൗഹൃദം പങ്കിടാനും നാട്ടുരുചി ആസ്വദിക്കാനും ഒത്തുചേരൽ ഒരു നിമിത്തമായി. നാടക സിനിമാ നടൻ മഞ്ജുളൻ അവതരിപ്പിച്ച കൂനൻ എന്ന ഏകപാത്ര നാടകം ആകർഷിക്കപ്പെട്ടു. നാടകശാല ഹൈദരാബാദും മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും ചേർന്ന് ജൂൺ 28-ന് അവർ സേക്രഡ് സ്പേസ് തിയേറ്ററിൽ വെച്ച് സംഘടിപ്പിച്ച ഏകപാത്ര നാടക മത്സരം ഇക്താര 26-ലെ വിജയികളായ ശ്രീ ഗിരീഷ് കുമാർ, ശ്രീ പ്രദീപ് പൊന്നൻ, ശ്രീമതി ഷേർലി മോൾ എടവന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടകം, ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും സദ്യയും ഉണ്ടായിരുന്നു. ഹൈദരാബാദിലെ സൈനിക് പുരിയിലുള്ള കപ്ര തടാക തീരത്ത് ആഗസ്റ്റ് 12-ന് കർക്കിടക വാവ് ബലി തർപ്പണം സംഘടിപ്പിക്കുന്നു. ഹൈന്ദവരുടെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർവികർക്കായി കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ചെയ്യുന്ന ശ്രാദ്ധകർമ്മം അഥവാ കർക്കിടക വാവുബലി. പൂർവികരെ സ്മരിച്ച് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നേടുക എന്നതാണ് ബലിതർപ്പണത്തിന്റെ അടിസ്ഥാന തത്വം. ബലിതർപ്പണത്തിനുള്ള ബുക്കിംഗ് നടന്നു വരുന്നതായി ഭാഗ്യനഗറിലുള്ള രാമധർമ്മ പ്രചാർ സഭ അറിയിച്ചു. ആഗസ്റ്റ് 9 വരെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാം. ഒരേ സമയം 5 അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി ഹൈദരാബാദിലെ ഉസ്മാനിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ചരിത്രം സൃഷ്ടിച്ചു. 36 മണിക്കൂർ നീണ്ടുനിന്ന ഒറ്റ ശസ്ത്രക്രിയയിലൂടെയാണ് ആമാശയം, ഡുവോഡിനം, പാൻക്രിയാസ്, ചെറുകുടൽ, വലതു വൻകുടൽ എന്നിവ മാറ്റിവെച്ചത്. സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവിയും OGHലെ ചീഫ് ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ CH മധുസൂദനനാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. രാജന്ന സർസില്ല ജില്ലയിൽ നിന്നുള്ള 30 വയസ്സുള്ള ഒരു എഞ്ചിനീയർക്കാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അപൂർവ തകരാറ് അദ്ദേഹത്തിന്റെ ദഹനനാളത്തെ ബാധിച്ചിരുന്നു. ഹൈദരാബാദിലെ മല്ലാപൂർ അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ 2026-29 വർഷത്തെ ഭരണസമിതിയിലേക്ക് ഭാരവാഹികളെ ജൂൺ 21-ന് നടന്ന ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദ് കെ വാനൂർ, അഡ്വൈസർ ശ്രീ C രാധാകൃഷ്ണൻ, രക്ഷാധികാരി ശ്രീ N രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ D പ്രസാദ്, ജനറൽ സെക്രട്ടറി ശ്രീ സുനീഷ് ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ സായ് കുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ PK ബിജു, ട്രഷറർ ശ്രീ ഷെറീൻ കുര്യൻ, ജോയിന്റ് ട്രഷറർ ശ്രീ വിഷ്ണു K രാജു, ആർട്സ് സെക്രട്ടറി ശ്രീ സമീർ സലീം, ഓഡിറ്റർ ശ്രീ മണികണ്ഠൻ നായർ. കൂടാതെ കമ്മിറ്റി മെമ്പർമാരായി 13 പേരെയും തെരഞ്ഞെടുത്തു. അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ 13-ന് നടത്തുവാനും തീരുമാനിച്ചു. സൗദി അറേബ്യൻ വിമാന കമ്പനിയായ ഫ്ലൈഡീൽ ഹൈദരാബാദിനും റിയാദിനുമിടയിൽ കുറഞ്ഞ നിരക്കിൽ പ്രതിദിന നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിച്ചു. എയർബസ് A320 വിമാനമായിരിക്കും സർവീസ് നടത്തുക. ഹൈദരാബാദിനെയും റിയാദിനെയും ബന്ധിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഈ സർവീസിന്റെ തുടക്കത്തെ GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സ്വാഗതം ചെയ്തു. വളർന്നു വരുന്ന ഒരു അന്താരാഷ്ട്ര വ്യോമയാന കേന്ദ്രമെന്ന നിലയിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിന്റെ പ്രശസ്തിയും ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധവും വർദ്ധിക്കാൻ പുതിയ സർവീസ് കാരണമാകും. ഹൈദരാബാദിലേക്കുള്ള വിമാനം റിയാദിൽ നിന്ന് രാത്രി 11:20-നും
റിയാദിലേക്കുള്ള വിമാനം ഹൈദരാബാദിൽ നിന്ന് രാവിലെ 7:55 പുറപ്പെടും. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.